നമ്മളതിൽ ചെറുതമ്മ അത് വേണ്ടല്ലോ, അപ്പുറത്തും കുട്ടിക്ക്. ഞാൻ വെട്ടണോ അമ്മ വെട്ടോ? ആ ഇത്ര മതി. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പൊതിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ടൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ പോവാട്ടെ. എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, വാ. ഫസ്റ്റ് തന്നെ പൊതിച്ചോറിലേക്ക് വെക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കണത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അമ്മ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എന്തായാലും ഇത് വെക്കണമെന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ അത് എന്ത് ചെയ്യാം, പൊതിച്ചോറിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ. ജസ്റ്റ് പച്ചമുളക് ഇടും, അതുപോലെ തന്നെ ഒരു സവാള ഇടും, പിന്നെ ഞാൻ ലാസ്റ്റിനകത്ത് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. എനിക്ക് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഉപ്പേരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത മീൻ, അതായത് പൊരിച്ച മീനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അമ്മ ഇത് കറി വയ്ക്കാൻ മേടിച്ച അയിലയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു അയില മാത്രം ഇതേപോലെ എടുത്തിട്ട് പൊരിക്കാനായിട്ട് വെച്ചു കേട്ടോ. മസാല ഒക്കെ പുരട്ടി തന്നത് അമ്മയാണ്. അങ്ങനെ ഞാൻ അയില പൊരിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഒരു മുട്ടയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഇതേപോലെ കലക്കി വെച്ചു കേട്ടോ. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മുടെ മിക്സി കേടായിരുന്നു. അമ്മ അത് കാരണം കല്ലിലാണ് കേട്ടോ അരച്ചു തന്നത്. കല്ലിൽ അരയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ അമ്മ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ പൊതിച്ചോറിൽ വെക്കാനുള്ള കറികളും സംഭവങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില പൊട്ടിക്കണം. വാഴയിലയാണല്ലോ മെയിൻ. വാഴയില ഇല്ലാതെ എന്ത് പൊതിച്ചോറ്. അപ്പോൾ വാഴയില പൊട്ടിക്കാൻ പോകണം. നമ്മുടെ വീട്ടിലുള്ള വാഴ എന്ന് പറയുന്നത് ചെറിയ വാഴയാണ്, ചെറിയ ഇലയാണ്. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വാഴയില പൊട്ടിച്ചിട്ട് വരാം. ഓക്കെ, കത്തിയൊക്കെ ആയിട്ട് ഞാൻ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് പോവാം. ഒന്നില്ലെങ്കിൽ ഞാൻ വിട്ടും, അല്ലെങ്കിൽ അമ്മേനെ വിട്ടും, അമ്മ വിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് വാഴയില പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് വാഴയില പൊട്ടിക്കാം. ഓക്കെ, അമ്മയും കൂടി ഉണ്ട്. നമുക്ക് പോകാം വാഴയില പൊട്ടിക്കാൻ. നമ്മളതിൽ ചെറുതമ്മ അത് വേണ്ടല്ലോ, അപ്പുറത്തും പൊട്ടിക്കാം. ഞാൻ വെട്ടണോ അമ്മ വെട്ടോ? അമ്മയ്ക്ക് നാണമാണ് ഗൈസ്. അത് ചെറുതല്ല അമ്മച്ചി, അത് വേണ്ട. ഇതാണ് നമ്മുടെ വാഴ. ഇത് ഭയങ്കര ചെറുതാണ്. ഇതിൽ എന്ത് ഇല കിട്ടാനാണ്? ഈ ഇല കൊള്ളാലോ ഇല്ല, പക്ഷെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വലിയ ഇല പൊട്ടിക്കാൻ കഴിയും. അതാണോ വെട്ടണേ? വെട്ടിക്കോ. ആ ഇത്ര മതി. ഓക്കെ, സെറ്റ്. ഇതെന്റെ ഉക്കിയ. അങ്ങനെ നമുക്ക് വാഴയില കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് പോയിട്ട് പൊതിച്ചോറുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഒരുവിധ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയില വാട്ടിയിട്ട് ഇലയിൽ സാധനങ്ങളൊക്കെ വെച്ച് പൊതിയലാണ് കേട്ടോ. അതിനായിട്ട് അമ്മയാണ് കേട്ടോ എനിക്ക് ഇല വാട്ടി തരണത്. ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ ഇതുവരെയ്ക്ക് ഇല വാട്ടി നോക്കിയിട്ടില്ല കേട്ടോ. എനിക്കറിയാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മേനെ കൊണ്ടാണ് കേട്ടോ വാട്ടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ ഇല വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ചോറിടുന്നു. തുമ്പപ്പൂ ചോറ് വിളമ്പി, ആ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ഞാനത് പാടിയില്ല ഗൈസ്. ഇപ്പം പാടിയില്ലേ? ഓക്കെ. അങ്ങനെ ഞാൻ ചോറിട്ട് കൊടുത്തു കേട്ടോ. ഇത് എനിക്ക് മാത്രം കഴിക്കാനാണ് കേട്ടോ, വേറെ ആർക്കും അല്ല. ഞാൻ മാത്രം ഇത് തിന്നണുള്ളൂ കേട്ടോ. അങ്ങനെ ചോറ് വെച്ചിട്ട് ചോറൊന്ന് ഇതേപോലെ ഒന്ന് പതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ അതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് സാമ്പാറാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അമ്മ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കി തന്നതായിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഇത്. അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഇതേപോലെ എൻ്റെ മുട്ട വറുത്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെച്ച് കൊടുത്തത് ഇതേ ചമ്മന്തിയുടെ ഉണ്ടയാണ്, നമ്മുടെ കല്ലിലരച്ച ചമ്മന്തി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് എൻ്റെ വറുത്ത മീനും വെച്ച് കൊടുക്കുന്നുണ്ട്, അയില വറുത്തത്. പിന്നെ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നത് അച്ചാറാണ് കേട്ടോ. ഇത് പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതെനിക്ക് ഷെജിത്ത തന്ന അച്ചാറാണ് കേട്ടോ. അങ്ങനെ അച്ചാറും കൂടി സൈഡിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അമ്മേനെ വിളിക്കാട്ടെ ഇത് പൊതിയാനായിട്ട്. കാരണം ഞാൻ പൊതിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ നമ്മുടെ അമ്മമാർ പൊതിഞ്ഞ് കെട്ടി തരുമ്പോൾ അതിൽ വേറൊരു സുഖമാണല്ലോ, അതേപോലെ തന്നെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് അമ്മേനെ തന്നെ ഞാനത് കെട്ടിപ്പൊതിയാനായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതിയാൻ അറിയാൻ പാടില്ല കേട്ടോ ശരിക്ക്. അമ്മതെ നല്ല പ്രൊഫഷണൽ ആൾക്കാർ പൊതിയണ പോലെ കുലുക്കിയിട്ടൊക്കെ പൊതിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ എനിക്ക്. ആദ്യം ഇതേപോലെ വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ ഇതേപോലെ പൊതിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അമ്മ.
നല്ല അടിപൊളിയായിട്ട് അമ്മ പൊതിഞ്ഞ് സെറ്റാക്കി തരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ വെക്കാം കേട്ടോ. കുറച്ച് നേരം പൊതിച്ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഇതേപോലെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. എന്നാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ കറിയും ആ സംഭവങ്ങളൊക്കെ അതിൽ പിടിച്ചിറങ്ങണ്ടേ, എന്നാലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂർ എത്രത്തോളം എനിക്ക് വെക്കാൻ പറ്റുന്നറിയില്ല, എത്രത്തോളം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഞാനങ്ങനെ തിന്നട്ടെ ഗൈസ്. പൊതിച്ചോറ് തുറക്കാൻ പോവുകയാണ് ഞാൻ. നിങ്ങൾ എന്തിനാ ഇവിടെ നോക്കിക്കളത്? എൻ്റെ അമ്മ നോക്കി നിൽക്കാൻ ഞാൻ തിന്നത്. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? വെള്ളം എല്ലാതും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് തിന്നാൻ വേണ്ടി പൊരിച്ച മീൻ, അയില, പൊരിച്ച അയില, അച്ചാറും ചമ്മന്തി, മുട്ട പൊരിച്ചത്. അമ്മ കൊള്ളാൻ പറ്റി. സൂപ്പർ സൂപ്പർ, അടിപൊളി. മീൻ പൊരിച്ചത് എടുത്തില്ല. ഞാൻ കുറേ നാളായി ഇതേപോലെ പൊതിച്ചോറ് കഴിച്ചിട്ട്. കുറേന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി തോന്നുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് ആ റീല് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അമ്മേടെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നലെ പറയുകയാണെങ്കിൽ അമ്മ പറഞ്ഞു ഇങ്ങനെ കുറേ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കായിരുന്നില്ലേ. ഇപ്പൊ രാവിലെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെയാ റെഡി ആവണം എന്ന് ചോദിച്ചു. പക്ഷെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ആ വാഴയിലയുടെ മണോ കറികളുടെ എല്ലാവരും മിക്സ് ആയിട്ടൊക്കെ എന്ത് രസാ. ചോറിലേക്ക് ആ കറികളെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചമ്മന്തി, മുട്ട പൊരിച്ചതും അച്ചാറും മീൻ വറുത്തതും എല്ലാം കൂട്ടി നല്ലൊരു പിടിയാണ് കേട്ടോ ഞാൻ പിടിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്നാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാൾ കൂടിയിട്ട് കഴിക്കുമ്പോഴാണെന്ന് പറഞ്ഞുകൂടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൊതി വരുന്നുണ്ടെങ്കിൽ കൊതി പെടരുത് ദയവ് ചെയ്തിട്ട്. കേട്ടില്ലേ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇത് മുഴുവൻ തിന്ന് തീർത്തിട്ട് വരാം. ഓക്കെ, ബൈ.